മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളും ഇന്ന് ജനവിധി എഴുതിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 58.22% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. ബീഡിലെ പോളിംഗ് ബൂത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മറ്റൊരു ബൂത്തിൽ മഹായുതി സഖ്യത്തിലെ സ്ഥാനാർത്ഥിയും വിമത സ്ഥാനാർത്ഥിയും തമ്മിൽ ഏറ്റുമുട്ടിയത് പോലീസ് ഇടപെട്ടാണ് ശാന്തമാക്കിയത്. 23-ാം തീയതിയാണ് മഹാരാഷ്ട്രയിലും ഫലമറിയുക. മഹാരാഷ്ട്രയിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288 മണ്ഡലങ്ങളിൽ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു. പോളിംഗ് വൈകുന്നേരം 6 മണിയോടെ അവസാനിച്ചു. നവംബർ 23-ന് ഫലം പ്രഖ്യാപിക്കും. ആദ്യ മണിക്കൂറിൽ ആവേശത്തിന് ശേഷം വൈകിട്ട് 4 മണിവരെ വോട്ടെടുപ്പ് മന്ദഗതിയിലായിരുന്നു. വൈകിട്ട് 5 മണിവരെ 58% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഗഡ്ചരിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 63%. ഏറ്റവും കുറവ് മുംബൈ നഗരത്തിൽ 39%. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, വ്യവസായി മുകേഷ് അംബാനി എന്നിവർ കുടുംബസമേതമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കനത്ത സുരക്ഷയിലാണ് ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ വോട്ട് ചെയ്യാനെത്തിയത്. ഗുണ്ടാസംഘം ലോറൻസിന്റെ ഭീഷണിയെ തുടർന്നാണ് നടന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ബീഡിലെ പോളിംഗ് ബൂത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. ബാലാസാഹേബ് ഷിൻഡെയാണ് നെഞ്ചുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോളിംഗ് ബൂത്തിൽ തലകറങ്ങി വീണത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം നന്ദ്ഗാവിൽ ശിവസേന ഷിൻഡെ സ്ഥാനാർത്ഥി സുഹാസ് കാണ്ടെ പ്രവർത്തകരും സ്വതന്ത്ര സ്ഥാനാർത്ഥി സമീർ ഭുജ്ബാളിന്റെ അണികളും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. दोनों तरफ से लोग इकट्ठा हुए थे, लेकिन अभी वहाँ के सब लोग वहाँ से निकाल दिए हैं. वहाँ फोर्स भी भेजा गया था और अभी परिस्थिति शांत है. चुनाव का NCP നേതാവ് ഛഗൻ ഭുജ്ബാളിന്റെ അനന്തരവൻ സമീർ ഭുജ്ബാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ മഹായുതി സഖ്യം മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് വധഭീഷണിയിലും കയ്യാങ്കളിയിലും എത്തിച്ചത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.